ഭൂമി എന്നത് അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും ഭൂമിയിലെ ചില നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വാസ്തവമാണ്. അത്തരത്തിലേറെ നിഗൂഢതകൾ നിറഞ്ഞ ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ എന്നത്. ഡെവിൾസ് ട്രയാങ്കിൾ, ഡെവിൾസ് ഐലൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശം 13 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ബർമുഡ ദ്വീപ്, കരീബിയൻ ദ്വീപായ പ്യൂട്ടോറിക്കോ എന്നീ 3 പോയിന്റുകൾ അതിർത്തിയാക്കി ഒരു ത്രികോണ രൂപത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രയാത്രികർക്കും വിമാനയാത്രക്കാർക്കും ഒരുപോലെ പേടിസ്വപ്നമായ ഈ പ്രദേശം അറ്റ്ലാന്റിക്കിന്റെ ശവപ്പറമ്പെന്നും അറിയപ്പെടുന്നു. ബർമുഡ ട്രയാങ്കിളിലൂടെ പോകുന്ന കപ്പലുകളും ബോട്ടുകളും വിമാനങ്ങളുമെല്ലാം നിയന്ത്രണം തെറ്റി കടലിൽ പതിക്കുക മാത്രമല്ല ചെയ്യുന്നത്. തുടർന്ന് അവയുടെ ഒരു തുമ്പും പിന്നീട് കണ്ടെത്താനാകാത്തതാണ് ഈ പ്രദേശത്തെ കൂടുതൽ നിഗൂഢമാക്കുന്നതും. 50-ലേറെ കപ്പലുകളും 20-ലേറെ വിമാനങ്ങളുമാണ് ഈ അത്ഭുത പ്രദേശത്ത് ഒന്നും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായിട്ടുള്ളത്. പലപ്പോഴായുണ്ടായ വിവിധ അപകടങ്ങളിൽ 1000-ലേറെ പേരെ ഇവിടെ കാണാതായിട്ടുമുണ്ട്. ബർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രം തുടങ്ങുന്നത് ക്രിസ്റ്റഫർ കൊളംബസിന്റെ കാലഘട്ടത്താണ്. അന്ന് തന്റെ സമുദ്രയാത്രയ്ക്കിടെ ബർമുഡ ട്രയാങ്കിളിനടുത്തുകൂടി സഞ്ചരിക്കവേ തിളങ്ങുന്ന തീഗോളങ്ങൾ ആകാശത്തു നിന്നും കടലിൽ വീഴുന്നത് അദ്ദേഹം കണ്ടതായും, കൂടാതെ അന്നേരം വടക്കുനോക്കിയന്ത്രം ദിശ നിർണ്ണയിക്കാനാകാത്ത വിധം നിയന്ത്രണം വിട്ടതായും അദ്ദേഹത്തിന്റെ യാത്രാരേഖകളിൽ പറയുന്നു. എന്നാൽ 1918-ലാണ് ബർമുഡ ട്രയാങ്കിൾ കൂടുതൽ ലോകശ്രദ്ധയാകർഷിച്ചത്. ബർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടം നടന്നത് ഈ വർഷമായിരുന്നു. അമേരിക്കൻ നാവികസേനയുടെ USN സൈക്ലോസ് എന്ന കാർഗോ കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് അപ്രത്യക്ഷമായി. 300-ലേറെ ജീവനക്കാരുണ്ടായിരുന്ന ഈ കപ്പൽ യാതൊന്നും തന്നെ അവശേഷിപ്പിക്കാതെ കടലിലെവിടെയോ പോയി മറഞ്ഞു. കപ്പൽ അവശിഷ്ടങ്ങൾക്കായി പല തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. പിന്നീട് 1945-ലാണ് മറ്റൊരു ദുരന്തം സംഭവിക്കുന്നത്. US നേവിയുടെ ഫ്ലൈറ്റ് 19 എന്ന വിമാനം ഇതേ സ്ഥലത്തു വെച്ചു തന്നെ അപ്രത്യക്ഷമായി. തുടർന്ന് അപകടസ്ഥലത്ത് തിരച്ചിലിനെത്തിയ 5 ബോംബർ വിമാനങ്ങളും അതിലുണ്ടായിരുന്ന 27 സൈനികരെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. ഇതിനു പുറമെ 1949-ൽ ജമൈക്കയിലേക്ക് പറന്ന യാത്രാ വിമാനമായ ട്യൂഡോർ സ്റ്റാർ ടൈഗർ, 1954-ൽ പോർച്ചുഗലിലേക്ക് പോയ നാവിക വിമാനം, മിയാമിയിലേക്ക് പോയ DC-3 പാസഞ്ചർ വിമാനം എന്നിവയും ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് യാതൊരു തുമ്പും തരാതെ അപ്രത്യക്ഷമാകുകയുണ്ടായി. ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയുടെ ചുരുളഴിക്കാനായി പലപ്പോഴായി പല രാജ്യങ്ങളും അവിടെ പര്യവേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ പ്രദേശത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. മാത്രമല്ല, അന്വേഷണത്തിനെത്തിയ പല വിമാനങ്ങളും കപ്പലുകളും ഇവിടെ മറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹത അന്വേഷിച്ചു പോയ നിരവധി കപ്പലുകളും വിമാനങ്ങളും കാണാതായ അതേ കാലഘട്ടത്തിൽ തന്നെ യാത്രികരില്ലാതെ ഈ പ്രദേശത്തിന്റെ പരിസരത്തു നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1827-ൽ കണ്ടെത്തിയ മേരി സെലസ്റ്റി, 1921-ൽ കണ്ടെത്തിയ കരോൾ ഡിയറിംഗ്, 1935-ൽ കണ്ടെത്തിയ ലാദഹാമ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ കണ്ടെത്തിയ കപ്പലുകളായിരുന്നു. കപ്പലുകൾ ഉപേക്ഷിച്ച് ഈ യാത്രികരെല്ലാം എവിടെ പോയി മറഞ്ഞു എന്നത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടരുന്നു. എന്നാൽ ഇത്രയേറെ പേരെ തട്ടിയെടുത്ത ബർമുഡ ട്രയാങ്കിളിൽ നിന്നും യാദൃശ്ചികമായി രക്ഷപ്പെട്ട ഒരേയൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ബ്രൂസ് കെർണൽ. 1970 ഡിസംബർ 4-ന് ബഹാമസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിനായി യാത്ര തിരിച്ചതായിരുന്നു അദ്ദേഹം. പലപ്പോഴായി ആ വഴി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഉണ്ടാകാത്ത ഒരു വിചിത്രാനുഭവം അദ്ദേഹത്തിന് ആ യാത്രയിലുണ്ടായി. സാധാരണ 1.5 മണിക്കൂർ വേണ്ടി വരുന്ന ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ ആ ദിവസം വെറും 45 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. വിമാനം 10,000 അടി ഉയർന്നപ്പോഴാണ് വിമാനത്തിന് മുൻപിലായി ഒരു ഇരുണ്ട മേഘം ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം അത് കാര്യമാക്കാതെ അദ്ദേഹം വിമാനം മുൻപോട്ട് പറത്തിക്കൊണ്ടുപോയി. എന്നാൽ പിന്നീട് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മേഘങ്ങളുടെ വലിപ്പം കൂടിക്കൂടി വന്നു. 11,000 അടി എത്തിയപ്പോഴേക്കും മേഘങ്ങൾ വീണ്ടും ഇരുണ്ടുകൂടാൻ തുടങ്ങി. ബ്രൂസ് ആ മേഘത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചുറ്റും ആകാശം കറുത്തിരുന്നു.
ഒരു സൂര്യകിരണം പോലും മേഘത്തിലൂടെ കടന്നു പോകുന്നില്ല. എന്നാൽ അന്ന് കാലാവസ്ഥ വളരെ സാധാരണമായിരുന്നു. മഴയോ ഇടിമിന്നലോ ഒന്നും തന്നെയില്ല. അതിനാൽ താൻ എന്തിനാണ് ഈ കറുത്ത വലിയ മേഘങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി കാണുന്നതെന്നതിനെ കുറിച്ച് ബ്രൂസ് ആകെ ആശയക്കുഴപ്പത്തിലായി. എങ്കിലും അദ്ദേഹം ശ്രദ്ധാപൂർവം മേഘത്തിലൂടെ വിമാനം പറത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ ഒരു വിചിത്രമായ കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പ്രകാശം പെട്ടെന്ന് ആകാശത്താകെ പരന്നു. ആ പ്രകാശം ഇടിമിന്നലല്ലെന്നു അദ്ദേഹത്തിനു മനസ്സിലായി. എങ്കിലും ആത്മധൈര്യം കൈവിടാതെ അദ്ദേഹം മുൻപോട്ടു പോയി. കറുത്ത മേഘങ്ങളുടെ കൂട്ടവും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് വിമാനത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാകുകയും വിമാനം നിയന്ത്രണം വിടാനും തുടങ്ങി. തന്റെ മരണമടുത്തെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. എങ്കിലും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല. ഒടുവിൽ മേഘങ്ങളിൽ നിന്നും കരകയറാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിനകം താൻ ഫ്ലോറിഡയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ഇതെങ്ങനെ സാധ്യമായി? 1.5 മണിക്കൂർ വേണ്ടിവരുന്ന യാത്ര വെറും 45 മിനിറ്റിൽ എങ്ങനെ എത്തിയെന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. പിന്നീട് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ബെർമുഡ ട്രയാങ്കിൾ സർവൈവർ ആണ് താനെന്നും അദ്ദേഹം സ്വയം അവകാശപ്പെട്ടു. തന്റെ അനുഭവങ്ങൾ കോർത്തിണക്കി ഒരു പുസ്തകവും അദ്ദേഹം പുറത്തിറക്കിയെങ്കിലും ആ കറുത്ത മേഘങ്ങളുടെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യം ഇന്നും അജ്ഞാതമാണെങ്കിലും പലപ്പോഴായുള്ള ഗവേഷണങ്ങളുടെ ഫലമായി ഈജിപ്തിലെ പിരമിഡുകളേക്കാൾ വലിപ്പമുള്ള 2 കൂറ്റൻ പിരമിഡുകൾ ബെർമുഡ ട്രയാങ്കിളിൽ ഉള്ളതായാണ് പറയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരമുള്ളതാണ് ഈ പിരമിഡുകൾ. ഇവയ്ക്ക് മുകളിൽ വലിയ ദ്വാരങ്ങളുമുണ്ട്. രണ്ടാമത്തെ പിരമിഡിന്റെ മുകളിലൂടെ സമുദ്രജലം ശക്തമായി ഒഴുകുന്നതായും അതോടൊപ്പം സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ പറയുന്നു. ജലത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീഥേൻ ഹൈഡ്രേറ്റ് വാതകം സമുദ്രോപരിതലത്തോട് ചേർന്ന് പൊട്ടിത്തെറിക്കുന്നത് വഴി ഉയർന്നു പൊങ്ങുന്ന വെള്ളം ആ സമയത്ത് ഈ പ്രദേശത്തെത്തുന്ന വസ്തുക്കളെ മുക്കിക്കളയുകയും മീഥേൻ കുമിളകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് വിമാനങ്ങൾ തീപിടിക്കുന്നതിനും കാരണമാകുന്നു. എന്നാൽ ഇവയൊന്നും തന്നെ കൃത്യമായി സ്ഥിരീകരിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളായതിനാൽ തന്നെ ബെർമുഡ ട്രയാങ്കിൾ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായി ഭൂമിയിൽ അങ്ങനെ നിലനിൽക്കുന്നു.